കൂട്ടുകാരെ, നമുക്കിന്ന് 9ാം തരത്തിലെ മൂന്നാമത്തെ പാഠമായ പെയർസ് ഓഫ് ഇക്വേഷൻസ് സമവാക്യ ജോഡികൾ എന്ന പാഠത്തിലെ പേജ് നമ്പർ 40-ലെ ഓരോ ചോദ്യങ്ങളും വിശദമായി ചർച്ച ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: Raju bought 7 notebooks of 200 pages and 5 of 100 pages for 107 rupees. Joseph bought 5 notebooks of 200 pages and 7 of 100 pages for 97 rupees. What is the price of each kind of notebook? രാജു 200 പേജുള്ള നോട്ട് പുസ്തകം 7 എണ്ണവും 100 പേജുള്ള നോട്ട് പുസ്തകം 5 എണ്ണവും വാങ്ങി. വില 107 രൂപ. ജോസഫ് 200 പേജുള്ള നോട്ട് പുസ്തകം 5 എണ്ണവും 100 പേജുള്ള നോട്ട് പുസ്തകം 7 എണ്ണവുമാണ് വാങ്ങിയത്. വില 97 രൂപയേ ആയുള്ളൂ. ഓരോ തരത്തിലുള്ള നോട്ട് ബുക്കുകളുടെ വില എത്രയാണ്? നോക്കൂ, നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ 2 ഇക്വേഷൻ എന്ന ഭാഗത്തുള്ള ചോദ്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് നമുക്കൊരു ചോദ്യം തന്നാൽ ആ ചോദ്യത്തിൽ നിന്ന് നമുക്ക് 2 ഇക്വേഷൻസ്, 2 സമവാക്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അത്തരമൊരു ചോദ്യമാണ് നമുക്കിനി ചെയ്യാനുള്ളത്. ഇവിടെ നോക്കൂ, രാജു എന്ന ഒരു കുട്ടിയും അതുപോലെ ജോസഫ് എന്നൊരു കുട്ടിയും ഇവിടെ നോട്ട് ബുക്കുകൾ വാങ്ങിയിട്ടുണ്ട്. എന്തെല്ലാം വാങ്ങിയിട്ടുണ്ട്? രാജു 2 തരത്തിലുള്ള നോട്ട് ബുക്ക്, 200 പേജിൻ്റെ നോട്ട് ബുക്ക് വാങ്ങിയിട്ടുണ്ട്. അതേസമയം 100 പേജിൻ്റെ നോട്ട് ബുക്ക് വാങ്ങിയിട്ടുണ്ട്. ജോസഫും അതുപോലെ തന്നെ 200 പേജിൻ്റെ നോട്ട് ബുക്കുകളും 100 പേജുകളുടെ നോട്ട് ബുക്കും വാങ്ങിയിട്ടുണ്ട്. രാജു ആണെങ്കിലും ജോസഫ് ആണെങ്കിലും അവർ ആകെ കൊടുത്ത 2 തരത്തിലുള്ള നോട്ട് ബുക്കുകൾ വാങ്ങാൻ ആകെ കൊടുത്ത ടോട്ടൽ റുപ്പീസും ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ഇത്തരം ഒരു ചോദ്യം കിട്ടിയാൽ ആ ചോദ്യത്തിൽ നിന്നും 2 ഇക്വേഷൻ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഇവിടെയുള്ള നമ്മളോട് കാണാൻ ആവശ്യപ്പെട്ട നോട്ട് ബുക്കുകളുടെ വില നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? വളരെ ഈസിയും രസകരമായ ഒരു ചോദ്യമാണ്. നമ്മൾ ചോദ്യം ആദ്യം വായിച്ച് നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒന്നുകൂടി ചോദ്യം വായിക്കണം. അപ്പോൾ നമുക്ക് വിശദമായിട്ട് അത് ചെയ്യാനുള്ള മാർഗങ്ങൾ നമ്മുടെ മുമ്പിൽ തുറന്നു വരും. നമുക്ക് എന്ത് ചെയ്യാം? ചോദ്യം ഒന്നുകൂടി വായിച്ച് മനസ്സിലാക്കാം. നോക്കൂ, ഇവിടെ രാജു എന്നുള്ള ഒരു കുട്ടിയും ജോസഫ് എന്നുള്ള കുട്ടിയും 2 വ്യത്യസ്ത തരം നോട്ട് ബുക്കുകൾ വാങ്ങുന്നുണ്ട്. ഒന്നാമത്തത് 200 നോട്ട് ബുക്സും വാങ്ങുന്നുണ്ട്. പിന്നെ അവർ 100 പേജിൻ്റെ നോട്ട് ബുക്കും വാങ്ങുന്നുണ്ട്. ഓക്കെ, എപ്പോഴും 2 ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇതുപോലെ 2 കാര്യങ്ങൾ അറിയണം. എന്ന് വെച്ചാൽ 2 വസ്തുക്കൾ ചോദിത്തന്നിരിക്കണം. ഉദാഹരണം നോക്കൂ, 2 കാര്യങ്ങളിവിടെ വാങ്ങിയിട്ടുണ്ട്. 200 പേജിൻ്റെ നോട്ട് ബുക്കുകളും 100 പേജിൻ്റെ നോട്ട് ബുക്കും. 2 വ്യത്യസ്ത കാര്യങ്ങളുണ്ടെങ്കിലേ അത് ഉപയോഗിച്ച് നമുക്ക് 2 ഇക്വേഷൻസ് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. നോക്കൂ, ഞാനിവിടെ തന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ എഴുതി വെക്കുന്നു. ഇവിടെ 2 കാര്യം പറഞ്ഞിട്ടുണ്ട്. 200 പേജിൻ്റെ നോട്ട് ബുക്ക് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഇതാണ് 200 പേജസ്. പിന്നെയോ 100 പേജസിൻ്റെ നോട്ട് ബുക്കും ഇവിടെ വാങ്ങുന്നുണ്ട്. അപ്പോൾ അത് എഴുതി വെച്ചു. ഇനി ഇത് ആരൊക്കെയാണ് ഇത് വാങ്ങുന്നത്? ഇത് വാങ്ങുന്നത് ഒരാൾ രാജു ആണ്. രാജു. പിന്നെയോ ജോസഫും വാങ്ങുന്നുണ്ട്. അപ്പോൾ ഐറ്റം എന്തെല്ലാം തരത്തിലുള്ള സാധനങ്ങളാണ് വാങ്ങുന്നത് ഞാൻ മുകളിലാണ് എഴുതിയത്. അത് വാങ്ങുന്ന ആളെ സൈഡിലും എഴുതി. കാര്യം ശ്രദ്ധിക്കാം. ഇനി രാജു എന്തെല്ലാം വാങ്ങി? രാജു 200 പേജിൻ്റെ എത്ര നോട്ട് ബുക്ക് വാങ്ങി? നോക്കൂ, 7 നോട്ട് ബുക്കാണ് വാങ്ങിയത്. രാജു 200 പേജിൻ്റെ 7 നോട്ട് ബുക്ക്, 7 നോട്ട് ബുക്സ് ആണ് വാങ്ങിയത്. പിന്നെയോ 100 പേജിൻ്റെ 5 നോട്ട് ബുക്സും ആണ് വാങ്ങിയത്. അതുകൊണ്ട് നമുക്കത് ഇവിടെ എഴുതി വെക്കാം. രാജു ഇവിടെ 200 പേജിൻ്റെ 7 നോട്ട് ബുക്ക് വാങ്ങി. അതേസമയം രാജു 100 പേജിൻ്റെ 5 നോട്ട് ബുക്കാണ് വാങ്ങിയത്. അതുപോലെ തന്നെ ജോസഫ് ഇവിടെ 200 പേജ് നോട്ട് പുസ്തകം 5 എണ്ണം വാങ്ങി. 100 പേജ് ആണെങ്കിലോ അത് 7 എണ്ണവും വാങ്ങി. എന്താണോ രാജു വാങ്ങിയത് അതിൻ്റെ നേരെ തിരിച്ചിട്ട്. അപ്പോൾ ജോസഫ് 200 പേജിൻ്റെ 5 നോട്ട് പുസ്തകം വാങ്ങി. അതേസമയം 100 പേജിൻ്റെതോ 7 എണ്ണമാണ് വാങ്ങിയത്. ഇനി മറ്റൊരു കാര്യം ഇവിടെ പറയുന്നുണ്ടല്ലോ, രാജു 200 പേജിൻ്റെ 7 നോട്ട് ബുക്കും 100 പേജുകളുടെ 5 നോട്ട് ബുക്കും വാങ്ങിയപ്പോൾ അവൻ എത്ര ചിലവായി? അവനാകെ 107 രൂപ ചിലവായി. അപ്പോൾ നമുക്ക് ഇക്കാര്യം ഇവിടെ ഇതാ ടോട്ടൽ പ്രൈസ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണിച്ചാൽ മതി. ടോട്ടൽ
ടോട്ടൽ പ്രൈസ്. ഇവിടെ പ്രൈസ് ആയതുകൊണ്ടാണ് ഞാനിവിടെ ടോട്ടൽ പ്രൈസ് എന്താണോ നമ്മൾ ചോദിച്ചത് അതുമായി ബന്ധപ്പെട്ട് ഇവിടെ എഴുതിയാൽ മതി. എന്താ നോക്കൂ, രാജു വാങ്ങിയപ്പോൾ അവന് ചിലവായത് 107 രൂപ. ജോസഫിന് ചിലവായതോ, ജോസഫിന് 97 രൂപ. ഇപ്പോൾ നോക്കൂ, ഞാൻ ഈ ചോദ്യം വായിച്ച് എന്തെല്ലാം ഐറ്റംസ് സാധനങ്ങളാണ് വാങ്ങിയത്, 2 വസ്തുക്കളുണ്ട്, 200 പേജിൻ്റെതുണ്ട്, 100 പേജിൻ്റെതുണ്ട്. അത് ഞാൻ എഴുതി. ആരെല്ലാം വാങ്ങി, രാജു, ജോസഫ്. എന്നിട്ട് അവർ വാങ്ങിയ കാര്യങ്ങൾ അതാത് ഐറ്റത്തിൻ്റെ നേരെ, വാങ്ങിയ സാധനം നേരെ അതിൻ്റെ എണ്ണം എഴുതി വെച്ചു. ആകെ അവർ ചിലവാക്കിയ പൈസ, രാജു മൊത്തം ചിലവാക്കി രാജുവിന് നേരെ എഴുതി വെച്ചു, ജോസഫ് മൊത്തം ചിലവാക്കി ജോസഫിന് നേരെ എഴുതി വെച്ചു. ഇനി എങ്ങനെയാണ് ഇവിടെ 2 ഇക്വേഷൻ ആക്കി എടുക്കുക? വളരെ എളുപ്പമാണ്. നോക്കൂ, ഇവിടെ നമുക്ക് എന്താണ് കാണാൻ പറഞ്ഞത്? ഇവിടെ നമുക്ക് കാണാൻ പറഞ്ഞ കാര്യം, നോട്ട് ബുക്കുകളുടെ പ്രൈസ് എന്ത്, പ്രൈസ് ഓഫ് ഈച്ച് കൈൻഡ് ഓഫ് നോട്ട് ബുക്സ്. 2 നോട്ട് ബുക്കുകളുടെയും വില, അതായത് 200 പേജിൻ്റെയും വില, ഒരു 200 പേജ് ആണെങ്കിൽ അതിനെന്താ വില, ഒരു 100 പേജ് നോട്ട് ബുക്ക് ആണെങ്കിൽ അതിനെന്താ വില. അപ്പോൾ നമുക്കിവിടെ അറിയാത്തത് 200 പേജസിൻ്റെ വിലയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിവിടെ ഇതിൻ്റെ വില അറിയാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 200 പേജിൻ്റെ നോട്ട് ബുക്കിൻ്റെ വില എന്താണെന്ന് വിളിക്കാം, എക്സ് ആണെന്ന് വിളിക്കാം. അതുപോലെ 100 പേജ് നോട്ട് ബുക്കിൻ്റെ വില നമുക്ക് എന്താണെന്ന് വിളിക്കാം, വൈ ആണെന്ന് വിളിക്കാം. കാരണം നമുക്ക് അറിയാത്തത് ഈ നോട്ടുകളുടെ വില ആണല്ലോ, അതുകൊണ്ടാണ് അതിൻ്റെ അടുത്ത് ഞാൻ എക്സും വൈയും എഴുതിയത്. കുറച്ച് ഉയർത്തി വെക്കാം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യം ഇവിടെ എഴുതി വെക്കണം. ലെറ്റ് ദ പ്രൈസ് ഓഫ് എ 200 പേജസ് നോട്ട്ബുക്ക് നമുക്ക് എന്ത് വിളിക്കാം, എക്സ് റുപ്പീസ് എന്ന് വിളിക്കാം. അതുപോലെ തന്നെ അതിനകത്ത് എഴുതി വെക്കാം, ഒരു 200 പേജ് നോട്ട് ബുക്കിൻ്റെ വില അത് നമ്മൾ നേരത്തെ എക്സ് ആയിട്ടാണ് എടുത്തത്. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, താഴെ എഴുതാം, ഓൾസോ ദ പ്രൈസ് ഓഫ് എ 100 പേജസ് നോട്ട്ബുക്ക് നമുക്ക് എന്ത് വിളിക്കാം, അതിനെ വൈ എന്ന് വിളിക്കാം. മലയാളത്തിലാണെങ്കിൽ ഒരു 100 പേജ് നോട്ട് ബുക്കിൻ്റെ വില നമ്മളെന്താ വിളിച്ചത്, അത് നമ്മൾ വൈ ആണ് വിളിച്ചത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ എഴുതി നമ്മൾ ഇക്വേഷനൊക്കെ വളരെ എളുപ്പമാണ്. നോക്കൂ, 200 പേജിൻ്റെ ഒന്നിൻ്റെ വില എക്സ് ആണല്ലോ, അവൻ എത്ര വാങ്ങി, 7 എണ്ണം വാങ്ങി. അപ്പോൾ നമ്മളിങ്ങനെ എഴുതുക AX. ഇതാണ് നമ്മുടെ രാജു 200 പേജ് 7 നോട്ടുബുക്കുകൾ വാങ്ങാൻ ആകെ കൊടുത്ത വാല്യൂ. എണ്ണത്തിനെ അതിൻ്റെ വില കൊണ്ട് ഇൻഡ് ചെയ്താൽ മതി. അപ്പോൾ 7 എണ്ണം വാങ്ങി, ഒന്നിൻ്റെ വില എക്സ് ആണെങ്കിൽ ആകെ 200 പേജിൽ ചിലവാക്കിയത് AX, 300 റുപ്പീസ് ചിലവാക്കി. ഇനിയോ നോക്കൂ, 200 പേജിൻ്റെത് 5 എണ്ണം വാങ്ങി, ഒന്നിൻ്റെ വില 5. അപ്പോൾ നമുക്ക് ടോട്ടൽ വില 5Y. ഈ 5Y എന്നുള്ളത് എന്താണ്, 100 പേജ് 5 എണ്ണം വാങ്ങിയപ്പോൾ ആകെ 100 പേജിന് വേണ്ടി ചിലവാക്കിയ രൂപയാണ്. എങ്കിൽ നോക്കൂ, ഇത് 200 പേജിന് ചിലവാക്കിയ പൈസ, ഇത് 100 പേജിന് ചിലവാക്കിയ പൈസ. എങ്കിൽ ടോട്ടൽ എത്ര റുപ്പീസായി, അത് അവിടെ പറയുന്നുണ്ട്, ടോട്ടൽ 107. അപ്പോൾ നമുക്ക് ഇവിടെ 107 എന്നിങ്ങനെ എഴുതാം. ഇതേ പ്രകാരം നമുക്ക് താഴെ എന്ത് ചെയ്യാം, ഈ 5 എക്സ് ചേർക്കാം, അപ്പോൾ 5x ആവും. പിന്നെ 7 y ചേർക്കാം, 7y. ഈസിക്കൽ ടോട്ടൽ എത്രയാണ് നമ്മുടെ ജോസഫ് ചിലവാക്കിയത്, 97. അങ്ങനെ 2 എഴുതി കഴിഞ്ഞാൽ അവിടെ ഈസി ആയിട്ട് നമുക്ക് എന്നിട്ട് ഇക്വേഷൻ കിട്ടും. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളിവിടെ ഈ ഒന്നാമത്തെ ഈ എഴുതിയ ഇക്വേഷന് ഒരു വരട്ടിട്ടിങ്ങനെ നമ്പർ 1 ഇക്വേഷൻ കൊടുക്കുന്നു, ഇത് സെക്കൻഡ് ഇക്വേഷൻ കൊടുക്കുന്നു. ഇനി എങ്ങനെയാണ് ഈ 2 ഇക്വേഷൻ ഉപയോഗിച്ച് എക്സിൻ്റെ വാല്യൂവും വിലയും വൈൻ്റെ വിലയും കണ്ടുപിടിക്കുക? വളരെ എളുപ്പമാണ്. ഇത്ര മാത്രം ചെയ്താൽ മതി. ഒരേ സമയം ഇവിടെ എക്സും 2 എക്സും വൈയും ഉണ്ട്. ഇങ്ങനെ 2 ഇക്വേഷനിൽ എക്സും വൈയും വന്നാൽ നമുക്ക് ഒരേ സമയം എക്സും ഒരേ സമയം വൈയും കാണാൻ സാധിക്കില്ല. ഒരു സമയത്ത് എക്സ് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വൈ ഉണ്ടാകാൻ പാടില്ല. ഇനി വൈ ആണ് കാണുന്നെങ്കിലോ എക്സ് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒന്നിന് ഇവിടുന്ന് ഒഴിവാക്കണം. എക്സ് കാണാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ വൈ ഒഴിവാക്കണം, വൈ കാണാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ എക്സ് ഒഴിവാക്കണം. എങ്ങനെ ഒഴിവാക്കും? അതിന് വളരെ എളുപ്പമുള്ളൊരു മാർഗ്ഗമുണ്ട്. നോക്കൂ, ഇവിടെ എക്സിൻ്റെ മുമ്പിലുള്ള സംഖ്യ ഏതാണ്? 7. അതായത് എക്സിൻ്റെ കോഎഫിഷ്യന്റ് നമ്മൾ എന്താ വിളിക്കുക? കോഎഫിഷ്യന്റ് എന്നാണ് വിളിക്കുക. കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഗുണകം, ഗുണിച്ച് നിൽക്കുന്ന സംഖ്യ. എക്സിൻ്റെ ഇംഗ്ലീഷ് അക്ഷരത്തിന് മുമ്പിൽ ഇൻറ്റു നിൽക്കുന്ന നമ്പർ. ഇപ്പോൾ 7x എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 7 × x എന്നാണ്. അപ്പോൾ എക്സിന് മുമ്പിൽ ഇവിടെ 7 ആണ്. അപ്പോൾ ഇത് അതിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്, ഗുണകമാണ്. ഇതും കോഎഫിഷ്യൻ്റ് ആണ്. ഇത് വൈൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്, ഇത് വൈൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്, ഇത് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ
ഈ എക്സിൻ്റെ കോഫിഷ്യൻ്റ് ഇവിടെ 7 ആണല്ലോ, ഇവിടെ 5 ആണല്ലോ, ഇത് രണ്ടും സെയിം ആക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? y കിട്ടും. അതെങ്ങനെയാണെന്ന് നമ്മൾ നോക്കൂ. ഇവിടെ എങ്ങനെയാണ് എക്സിന് മുമ്പിലുള്ള സംഖ്യ 7ഉം 5 ഉള്ളത് ഒരേ മാതിരിയാക്കുക? നിങ്ങൾ ചെയ്യത്തേ ഉള്ളൂ, ഈ 5 എടുത്തിട്ട് ഈ 7 ഇൻറ്റു ചെയ്യുക. എന്ത് കിട്ടും? 5 എടുത്ത് 7 ഇൻറ്റു ചെയ്ത് കിട്ടും നമുക്ക് 35 കിട്ടും. അതുപോലെ ഈ 5 എടുത്ത് ഇവിടെ ഇൻറ്റു ചെയ്തതുപോലെ എന്ത് ചെയ്യുക? ഈ 7 എടുത്ത് ഇവിടെ ഇൻറ്റു ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? അപ്പോൾ നമുക്ക് 7 × 5 ചെയ്താൽ അതും 35 തന്നെ കിട്ടും. അപ്പോൾ ഈ 5 എടുത്ത് ഇങ്ങോട്ട് ഇൻറ്റു ചെയ്യുക, ഈ 7 എടുത്ത് ഇങ്ങോട്ട് ഇൻറ്റു ചെയ്യുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമുക്ക് രണ്ട് ആൻസർ എന്തായി? 35 ആയി. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇതിൻ്റെ എക്സിനുള്ള നമ്പർ ഈ സെയിം ആക്കാൻ സാധിക്കും. പക്ഷേ അവർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 5 എടുത്ത് ഇവിടെ ഇൻറ്റു ചെയ്യുമ്പോൾ ഇവിടെ മാത്രം ഇൻറ്റു ചെയ്താൽ പോരാ. നോക്കൂ, ഇതിൻ്റെ കൂടെ ഒരു പ്ലസ്സിലൊരു 5y ഉണ്ട്, പിന്നെ ഈക്വൽ 107 ഉണ്ട്. അപ്പോൾ ഇത് ഒരു ഇക്വേഷനാണ്. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടെടുക്കുന്ന 3 സംഖ്യകളാണ്. അതുകൊണ്ട് നമ്മൾ ഈ 5 എടുത്ത് ഇവിടെ ഇൻറ്റു ചെയ്യുമ്പോൾ ഇവിടെ മാത്രം ഇൻറ്റു ചെയ്താൽ ഉത്തരം തെറ്റിപ്പോവും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ 5 എടുത്ത് ഇവിടെ ഇൻറ്റു ചെയ്യാൻ തീരുമാനിച്ചാൽ അത് ഇവിടെയും 5 കൊണ്ട് ഇൻറ്റു ചെയ്യണം, ഈ 5 എടുത്ത് ഇവിടെ ഇൻറ്റു ചെയ്യണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ശരിയായ ഉത്തരം കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അക്കാര്യം ഇവിടെ ഞാൻ പറയുകയാണെന്ത്, മൊത്തം ഇക്വേഷൻ ആണല്ലോ നമ്മൾ 5 കൊണ്ട് ഇൻറ്റു തീരുമാനിച്ചത്, നമ്മളിപ്പം പറഞ്ഞല്ലോ. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇതിൻ്റെ പേര് ഇക്വേഷൻ 1 ആണ്. ഇക്വേഷൻ 1 ഇൻറ്റു ആരാണ്? 5x അല്ല 5. അതിൻ്റെ അർത്ഥം ഇക്വേഷൻ 1നെ ഈ ഇക്വേഷനെ ഞാൻ 5 കൊണ്ട് ഇൻറ്റു തീരുമാനിച്ചു. ഇൻറ്റു ചെയ്ത് നോക്കൂ. 5 ഇൻറ്റു ഫസ്റ്റ് ആര് ഇൻറ്റു ചെയ്യണം? 7x പ്ലസ് ഇനി ഇതിനെയും 5 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 5 ഇൻറ്റു 5y ഈസിക്കൽ ടു ഇനി ഇവിടെ ഇൻറ്റു ചെയ്യണം 5 ഇൻറ്റു 107. ഓക്കെ, അതേ പ്രകാരം ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എടുത്തിട്ട് ഈ 5x-നെയും ഈ 7y-നെയും 97-നെയൊക്കെ ഇതുകൊണ്ട് കണ്ടോ ഈ 7 കൊണ്ട് ഇൻറ്റു ചെയ്യണം. കണ്ടോ, ആദ്യം നമ്മൾ 5 കൊണ്ട് ഇൻറ്റു ചെയ്തു, പിന്നെ നമ്മൾ ഈ 7 കൊണ്ട് ഇൻറ്റു ചെയ്തു. ഓക്കെ, അപ്പോൾ അത് കാണിക്കണം സെക്കൻഡ് ഇക്വേഷൻ നമ്പർ 2-നെ, അതായത് ഈ 2-നെ ഒന്നാമത്തെ ഇക്വേഷനിൽ എക്സിൻ്റെ കോഫിഷ്യൻ്റ് കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പോൾ എന്ത് വരും? അപ്പോൾ ഇങ്ങനെ വരും. ഇതിൻ്റെ എല്ലാ സിമ്പിളും നമ്മൾ 5 കൊണ്ട് ഇൻറ്റു പോലെ 7 ഇൻറ്റു ചെയ്യുക. 7 ഇൻറ്റു സെക്കൻഡ് ഇക്വേഷൻ എടുക്കുന്നത് 5x പ്ലസ് 7 ഇൻറ്റു 7y ഈസിക്കൽ ടു 7 ഇൻറ്റു 97. ഇത് നമ്മൾ ഇതിനെ ചേർത്താക്കണം, ഇതിനെയും ചേർത്താക്കണം. ഓക്കെ, നമുക്ക് ചെറുതാക്കി നോക്കാം. ഇവിടെ എന്ത് കിട്ടും നമുക്ക്? ഇവിടെ നമുക്ക് 35x എന്ന് കിട്ടും. പ്ലസ് ഇവിടെ നമുക്ക് എന്താ കിട്ടുക? 5 × 5 25 കൂടെ y എഴുതി കൊടുക്കാം. ഈസിക്കൽ ടു പിന്നെ നമുക്ക് ഇത് ഇൻറ്റു ചെയ്ത് കിട്ടുക. വേണം ചെയ്ത് നോക്കാം. 107 ഇൻറ്റു 5. 5 7s are 35, 3 carry, 5 0s are 0, 0 plus 3 തന്നെ കിട്ടും. അവിടെ 3 എഴുതാം. 5 1s are 5. അപ്പോൾ എത്ര കിട്ടും? 535 കിട്ടി. ഓക്കെ, ഇനി രണ്ടാമത്തെ സിംപ്ലിഫൈ ചെയ്യാം. ഇതെന്ത് കിട്ടും? 35x തന്നെ കിട്ടും. പ്ലസ് ഇവിടെയോ 7 7s are 49, 7 49. പിന്നെ കൂടെ എഴുതി കൊടുക്കാം. പിന്നെ ഈ 97-നെ നമുക്ക് എന്ത് ചെയ്യാം? 7 കൊണ്ട് ഇൻറ്റു ചെയ്യാം. 97 ഇൻറ്റു 7 7 49 ബാക്കി 4. 7 9s are 63 പ്ലസ് 4 67 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കത് കിട്ടി 679. ഇപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തു? രണ്ടാമത്തെ ഇക്വേഷനിൽ എക്സിൻ്റെ മുമ്പിലുള്ള കോഎഫിഷ്യൻ്റ് എടുത്ത് ഇൻറ്റു ചെയ്തു. പിന്നെയോ രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തു? ഒന്നാമത്തെ ഇക്വേഷനിൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എടുത്ത് തിരിച്ചും മറിച്ചും അങ്ങോട്ടും കൂടി ഇൻറ്റു ചെയ്തു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് എക്സിന് മാത്രം ഇൻറ്റു എന്താ വൈ ഇൻറ്റു ചെയ്യുന്നത്? ഞാനിവിടെ എക്സിൻ്റെ ഭാഗം ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? വൈ എന്നുള്ള ഈ ഭാഗം മാത്രം ബാക്കിയാകും. അപ്പോൾ എനിക്ക് വൈൻ്റെ വാല്യൂ ഈസിയായിട്ട് കണ്ടുപിടിക്കാം. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? വൈൻ്റെ ഭാഗം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഒഴിവാക്കി എക്സ് കണ്ടുപിടിക്കാം. അത് നമ്മുടെ ഇഷ്ടമാണ്. ഞാനിവിടെ എക്സിൻ്റെ ഭാഗം മാത്രമാണ് ഒഴിവാക്കുന്നത്. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇനി കിട്ടിയ ഈ പുതുതായി കിട്ടിയ ഈ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ 3 എന്ന് വിളിക്കാം. ഇതിൽ ഇക്വേഷൻ 4 എന്ന് വിളിക്കാം. ഇതൊക്കെ നമ്മൾ പേരെടുക്കുന്ന സൗകര്യത്തിൽ നമുക്ക് ഇന്ന ഇക്വേഷൻ, രണ്ടാമത്തെ ഇക്വേഷൻ, മൂന്നാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അത് വേഗം മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മൾ മൊത്തം ഇത് വായിക്കേണ്ടി വരും. അതിന് പകരം ഇക്വേഷൻ 1 എന്ന് പറഞ്ഞാൽ എല്ലാ ശ്രദ്ധയിലേക്ക് വരും. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ്, എക്സിൻ്റെ ഗുണകങ്ങൾ സെയിം ആയല്ലോ. ഇത് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ സെയിം ആക്കി കഴിഞ്ഞാൽ ഈ മൂന്നാമത്തെ ഇക്വേഷൻ നാലാമത്തെ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക? കുറയ്ക്കുക. കുറയ്ക്കുമ്പോൾ നോക്കൂ, സംശയം വരും. 3 4 കുറയ്ക്കണോ, നാലാമത്തെ ഇക്വേഷൻ മൂന്നാമത്തെ ഇക്വേഷൻ കുറയ്ക്കണോ? ഇവിടെ നോക്കൂ, 35ൻ്റെ ഭാഗം രണ്ടും ഈക്വൽ, ഈ എക്സിൻ്റെ പാർട്ട് ഈക്വൽ ആണ്. എങ്കിൽ ഈ വൈ ഭാഗം നോക്കൂ, ഇവിടെ 25 ആണോ വലുത്, 49 ആണോ വലുത്? 49 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 49 എടുക്കുന്നത് എവിടെയാണ്? അത് ഫോർത്ത് ഇക്വേഷനിലാണ്. എന്ത് ചെയ്യാം?
ഫോർത്ത് ഇക്വേഷനിലെ y ഭാഗം വലുതായതുകൊണ്ട് ആ ഫോർത്ത് ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം, തേർഡ് ഇക്വേഷൻ എന്ത് ചെയ്യും, കുറയ്ക്കുകയാണ് വേണ്ടത്. ഓക്കെ, കാരണം ഇത് 35x എങ്ങനെ ഒഴിവാക്കാം, നോക്കൂ 35x മൈനസ് 35x എന്താ സംഭവിക്കുക, ഒരു നമ്പർ അതേ നമ്പർ മൈനസ് ചെയ്താൽ ഇത്തരം 0 ആണ് കിട്ടുക അല്ലേ. 7 മൈനസ് 7 എത്രയാണ്, 0. അതുപോലെ 7ന്റെ സ്ഥാനത്ത് ഇപ്പോൾ 8 മൈനസ് 8 എത്രയാണ്, 0. അതുപോലെ ഒരേ നമ്പർ അതേ നമ്പർ മൈനസ് ചെയ്താൽ ഇത് കുറച്ചാൽ 0 ആണ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ കുറയ്ക്കാൻ കാരണം. അപ്പോൾ നമ്മൾ കുറയ്ക്കാൻ നോക്കൂ, നമുക്ക് ആദ്യം ഫോർത്ത് ഇക്വേഷൻ എഴുതാം. 35x പ്ലസ് 49y. ഞാൻ ഈ ഭാഗം എഴുതി വെച്ചു, ബ്രാക്കറ്റ് ഇട്ടു. കുറയ്ക്കണം, ഇവ തമ്മിൽ ഒരേ ഭാഗം ലെഫ്റ്റ് സൈഡ് ഈക്വലിൻ്റെ ഈ ഭാഗങ്ങൾ തമ്മിൽ ആദ്യം കുറയ്ക്കും, പിന്നെ ഇത് തമ്മിൽ കുറയ്ക്കണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒന്നാമത്തെ ഭാഗം എഴുതാം. 35x പ്ലസ് 25y. അപ്പോൾ ഞാൻ ആദ്യം ഈ ഭാഗം എഴുതി ഇവിടെ, പിന്നെ ഈ ഭാഗം ഇവിടെയും എഴുതി. കാരണം ഇതിൽ നിന്നാണ് നമ്മൾ 4ൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 3 കുറയ്ക്കുക. അപ്പോൾ ഇവിടെ എഴുതി വെക്കാം 4 നമ്മൾ എന്ത് ചെയ്യുന്നു, 3 കുറയ്ക്കുന്നു. അതാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സീക്വൽ ഇനിയോ ഇത് തമ്മിൽ കുറയ്ക്കാം. 4 നാണാവും 4 6 7 9 ആദ്യം എഴുതണം, മൈനസ് 5 35 നമ്മൾ എഴുതണം. ഓക്കെ, ഇത് കുറയ്ക്കുമ്പോൾ നോക്കൂ 35x എന്ന് എഴുതാം, പ്ലസ് 49y എന്ന് എഴുതാം. കാരണം ഇവിടെ ബ്രാക്കറ്റിന് മുമ്പിൽ ഇവിടെ പ്ലസ് ആയതുകൊണ്ട്, ഒന്നില്ലാത്തതുകൊണ്ട് പ്ലസ് ആണ്, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ബ്രാക്കറ്റ് വെറുതെ ഒഴിവാക്കാം. എന്നാൽ ഇവിടെ അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല. ഇവിടെ ബ്രാക്കറ്റിന് മുമ്പിൽ നെഗറ്റീവ് ആയതുകൊണ്ട് ഈ നെഗറ്റീവ് ബ്രാക്കറ്റിൻ്റെ പുറത്ത് വന്നാൽ ഈ നെഗറ്റീവ് വാല്യൂ ഈ 35xനും 25yക്കൊക്കെ ബാധകമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ നെഗറ്റീവ് ഇവ എല്ലാത്തിനും കൊടുക്കുമ്പോൾ എളുപ്പമായി എന്താണ്, ഇതിൻ്റെ അകത്തുള്ള സൈൻ നോക്കൂ, ഇവിടെ പ്ലസ് അല്ലേ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ സൈൻ മാറ്റി നെഗറ്റീവ് ആക്കിയാൽ മതി. ഇനി ഇവിടെയും പ്ലസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നെഗറ്റീവ് ആക്കിയാൽ മതി. ചില സമയത്ത് ഇവിടെ നെഗറ്റീവ് ആണെങ്കിലോ, അപ്പോൾ ഈ നെഗറ്റീവ് ഇവിടെ കൊടുക്കുമ്പോൾ നെഗറ്റീവ് ചേർന്ന് പോസിറ്റീവായി മാറും. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കാണാം. അപ്പോൾ നമ്മൾ കൊടുക്കുന്നു മൈനസ് 35x. അപ്പോൾ ഈ മൈനസ് ഇവിടെ കൊടുത്തു, ഇനി ഈ മൈനസ് ഇവിടെ കൊടുക്കുകയാണ്. അപ്പോൾ ഈ മൈനസും പ്ലസും നമുക്ക് എന്താവും, മൈനസ് ആക്കി എഴുതിയാൽ മതി. അതായത് ഉള്ളിലുള്ള ഓരോ നമ്പറിൻ്റെയും സൈൻ മാറ്റി ചെയ്താൽ ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആവും, ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ആക്കി ചെയ്താൽ 25y. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് നോക്കാം. 6 7 9 മൈനസ് 5 3 5 4 കിട്ടും, ഇവിടെയും 4 കിട്ടും, ഇവിടെ നമുക്ക് 1 കിട്ടും, 144 കിട്ടും, 144. ഇവിടെ നോക്കൂ 35x മൈനസ് 35x എന്താവും, അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. രണ്ടും ക്യാൻസൽ ചെയ്യാം. കാരണം എന്താ, 35x 35x കുറച്ചാൽ 0 നമ്മൾ കണ്ടല്ലോ. ബാക്കി 49y എന്ന് 25 കുറയ്ക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, 49y മൈനസ് 25y എഴുതാം. എന്നിട്ട് നമുക്ക് എന്ത് കുറച്ച് നോക്കാം, എന്ത് കിട്ടും, വാല്യൂ ഇത് തമ്മിൽ കുറയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിവിടെ നമുക്ക് 4 കിട്ടും, ഇവിടെ നമുക്ക് 2 കിട്ടും. എന്നിട്ട് y കൊടുക്കുക, y കുറച്ച് 0 ആക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 24y ഈക്വൽ 144 എന്ന് കിട്ടി. നമുക്ക് എന്ത് ചെയ്യാവുന്ന ഉയർത്തി വെക്കാം. Then y is equal to 144/24. y is equal, നമുക്കൊന്ന് ഡിവൈഡ് നോക്കാം. 144/24. നോക്കൂ, 1ൽ 24 ഇല്ല, 4 ചേർത്ത് 14 ആക്കി, 14 ആക്കി, 14 24 ഇല്ല, 144 എത്ര പ്രാവശ്യം ഉണ്ടാകും, 144 24 നമുക്കറിയാം 6 പ്രാവശ്യം. ഇൻഡ്യ നോക്കി സൈഡിൽ ഇൻഡ്യ നോക്കിയാൽ മതി. 24 × 6 6 4s are 24, 2 carry 6 2s are 12 plus 2 14. കറക്റ്റ് നമുക്ക് 144 ഇൻഡ്യ കിട്ടും. അപ്പോൾ 0 0 0. അപ്പോൾ 24 കൊണ്ട് നമ്മൾ 144 ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 6 കിട്ടും. അപ്പോൾ നമുക്ക് വൈൻ്റെ വാല്യൂ കിട്ടിയല്ലോ. വൈൻ്റെ വാല്യൂ എന്താ നമുക്കറിയാം. വൈൻ്റെ വാല്യൂ എന്തായിരുന്നു, നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വൈൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ അത് വൈ എന്തായിരുന്നു, 100 പേജ് നോട്ട് ബുക്കിൻ്റെ വാല്യൂ അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ 100 പേജ് നോട്ട് ബുക്കിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യണം, ഈ വൈ ഉപയോഗിച്ചിട്ട് എക്സ് കാണണം. അതെങ്ങനെ കാണാം, അപ്പോൾ നമ്മൾ പറയും, ഇങ്ങനെ പറയും, ഈ വൈൻ്റെ വാല്യൂ പുട്ട് y ഈക്വൽ ടു 6 എന്ന വാല്യൂ എവിടെ പുട്ട് ചെയ്യുക, ഇൻ ഇക്വേഷൻ ഇക്വേഷനിൽ പുട്ട് ചെയ്യാം. നമുക്കിതിൽ 4 ഇക്വേഷൻ ഉണ്ട്. സ്റ്റാർട്ടിങ് നമ്മൾ ഉണ്ടാക്കിയ 2 ഇക്വേഷനും അതുപോലെ തന്നെ അത് നമ്മൾ മാറ്റം വരുത്തി എക്സിൻ്റെ ക്വസ്റ്റ്യൻ സെയിം ആക്കിയ ഗുണകം സെയിം ആക്കിയ ഈ 2 ഇക്വേഷനും. നോക്കൂ, ഇത് ചെറിയ ഇക്വേഷൻ, ചെറിയ നമ്പേഴ്സാണ് ഇവിടെ ഉള്ളത്. ഇവിടെയോ നമ്മൾ 7 കൊണ്ട് 5 കൊണ്ട് ഇത് വലുതായി. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ 2 ഇക്വേഷനായിരിക്കും നിർത്താൻ മതി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഏറ്റവും ചെറിയ ഇക്വേഷൻ ആയിട്ടുള്ള ഏതാണെന്ന് നമുക്ക് ഏത് വേണമെങ്കിൽ എടുക്കാം. ഞാൻ ഒന്നാമത്തെ ഇക്വേഷൻ എടുക്കുന്നു, 2 എടുത്താലും ഒരു ആൻസർ കിട്ടും. ഞാനിവിടെ ഒന്നാമത്തെ ഇക്വേഷൻ എടുക്കുന്നു, 7x + 5y = 107. ഈ ഇക്വേഷനിലാണ് ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നത്, ഈ ഇക്വേഷൻ ഞാൻ എന്ത് ചെയ്യുന്നു, നമുക്ക് കിട്ടിയ വൈൻ്റെ വാല്യൂ കിട്ടുന്നു. അപ്പോൾ ഞാനിവിടെ കാര്യം പറയുകയാണ്,
put y is equal to 6 in equation number 1. Equation number 1 നമ്മൾ put ചെയ്യാൻ പോവാണ്. ഓക്കെ, equation number 1 7x plus 5y is equal to 107. അപ്പോൾ ചെക്ക് ചെയ്യാൻ താഴ്ത്തി നോക്കാം. 7x plus 5y is equal to 107. 7x plus y is equal to 107. ഓക്കെ, ശരിയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് വൈൻ്റെ വാല്യൂ 6 ആണല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യാം, ഈ y കാണുന്നിടത്ത് നമുക്ക് എന്ത് ചെയ്യാം, പുട്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെ വരും, 7x പ്ലസ് 5 വൈൻ്റെ സ്ഥാനത്ത് 6 പുട്ട് ചെയ്യുമ്പോൾ ഇൻറ്റു ഇടാൻ മറക്കരുത്, അല്ലെങ്കിൽ 56 ആയി പോകും. 5 into 6 is equal to 107. is equal നമുക്ക് എന്ത് കിട്ടും, 7x പ്ലസ് 30 is equal to 107. 7x കൊടുക്കുന്നു, ഈ 30 നമ്മൾ ഇങ്ങോട്ട് മാറ്റുന്നു. അപ്പോൾ 107 മൈനസ് 30. 7x is equal to നോക്കൂ, 130 എത്ര നമുക്കറിയാം, അത് 77 ആണ്. സംശയമെങ്കിൽ ഇവിടെ മൈനസ് ചെയ്ത് നോക്കിയാൽ മതി. 7 10 3 കുറച്ച് 7. ഓക്കെ, therefore x is equal to 77/7. എന്ത് കിട്ടും നമുക്കത് എക്സിൻ്റെ വാല്യൂ ആയിട്ട് 77 എഴുതാം, നമുക്ക് 11 കിട്ടും. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി, നമുക്കിവിടെ വൈയും കിട്ടി എക്സും കിട്ടി. എങ്കിൽ നമുക്ക് എഴുതിയേക്കാം, എന്തായിരുന്നു എക്സ്, the price of 1 200-page notebook. എന്താ വരിക, അത് നമുക്കറിയാം, അത് എക്സ് ആയിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടി 11, അതായത് 11 റുപ്പീസ്. അതുപോലെ തന്നെ the price of 100 pages നോട്ട്ബുക്ക്, ഒരു 100 പേജുള്ള നോട്ട്ബുക്കിൻ്റെ വില അതെന്തായിരുന്നു, അത് വൈ ആയിരുന്നു. വൈ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് 6 ആണ്. അപ്പോൾ 6 റുപ്പീസ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ കുറച്ച് ചെയ്യാനുണ്ടാവും, കണക്ക് അങ്ങനത്തെ ഒരു ഇക്വേഷൻ ആയതുകൊണ്ട് ഇങ്ങനെ കുറേ ചെയ്യാനുണ്ടാവും. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, നന്നായി ചെയ്യാൻ സാധിക്കും. ചോദ്യം നന്നായി വായിക്കുക. 2 കാര്യങ്ങളെ പറ്റി ചോദ്യത്തിൽ പറയും. ഇവിടെ 200 പേജിനെ പറ്റി പറയുന്നുണ്ട്, 100 പേജിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഹെഡിങ് കൊടുക്കുക, ആ വാങ്ങിയ ആൾക്കാർ ഒരു സൈഡ് കൊടുക്കുക. ഇത് മറക്കരുത്, എന്താണോ ഐറ്റംസ് അത് മുകളിലാണ് പറയേണ്ടത്. ആ വാങ്ങിയ ആൾ ഇടതുഭാഗത്ത് പറയുക. ഓരോന്നിനും നേരെ ഒരാൾ വാങ്ങിയ ടോട്ടൽ ഇങ്ങനെ കാണിക്കുക. എന്നിട്ട് എന്താണ് ഇവിടെ കാണേണ്ടത്, നോട്ട്ബുക്കിൻ്റെ വില. അപ്പോൾ 200 പേജ് നോട്ട്ബുക്ക് നമ്മൾ എക്സ് എന്ന് കൊടുത്തു, 100 പേജ് നോട്ട്ബുക്ക് വൈ എന്ന് കൊടുത്തു. എന്നിട്ട് അത് ഉപയോഗിച്ചിട്ട് നേരെ എക്സ് ഇങ്ങനെ ചേർത്തു. നമുക്ക് ഈ എക്സിന് താഴെയാണ് 7ഉം 5. അപ്പോൾ ഇത് രണ്ടും ഇവിടെ എക്സ് കൊടുക്കുക, കൊടുത്തു. പിന്നെ ഈ വൈ ഈ 5ഉം 7ഉം കൊടുക്കുക, അത് ഇവിടെ കൊടുത്തു. ടോട്ടൽ പ്ലസ് ഇട്ട് രണ്ടും പ്ലസ് ഇട്ടിട്ട് നേരെ ഇങ്ങനെ എഴുതുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സിൻ്റെ ഭാഗം സെയിം ആക്കാൻ വേണ്ടിയിട്ട് ഈ 5 എടുത്ത് അങ്ങോട്ടും 7 ഇങ്ങോട്ടും ഇൻഡ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ ഇൻഡ് ചെയ്യണം. ഇവിടെ കാണിച്ചു ഇൻഡ് ചെയ്യണം. ഇഷ്ടമൊക്കെ നമുക്ക് അടുത്തിട്ട് കുറയ്ക്കാം. ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. ഒറ്റയടിക്ക് 5 into 7 35 ഒറ്റയടിക്ക് ഇവിടെ ഇങ്ങനെ എഴുതിയാൽ മതി. അതിന് കുറയ്ക്കാം. അപ്പോൾ ഇക്വേഷൻ പുതിയതായിട്ട് നമുക്ക് ഫോം ചെയ്യും. അതിന് നമ്മൾ 3ഉം 4ഉം കൊടുത്തു. അപ്പോൾ എക്സിൻ്റെ ഭാഗം സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നാമത്തെ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷനൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം, മൈനസ് ചെയ്ത് ഇതേപോലെ മൈനസ് ചെയ്തിട്ട് നമുക്ക് എക്സിൻ്റെ ഭാഗം ഒഴിവാക്കാം. അപ്പം ബാക്കി വൈ ഉണ്ടാവും. അങ്ങനെ വൈൻ്റെ വാല്യൂ കിട്ടും. ആ വൈൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെയുള്ള ഇക്വേഷൻ 1ലോ 2ലോ ഏതെങ്കിലും കൊടുക്കുക. ഇതിൽ കൊടുത്താലും ഏതിൽ കൊടുത്താലും കിട്ടും. എപ്പോൾ ചെറിയ ഇക്വേഷനിൽ കൊടുക്കുക, നിങ്ങളുടെ ഇഷ്ടമാണ്. കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ എക്സും വൈയും കിട്ടിയ യഥാർത്ഥത്തിൽ എന്ത് കിട്ടി, നമ്മൾ ഉദ്ദേശിച്ച 200 പേജ് നോട്ട്ബുക്കിൻ്റെ വാല്യൂവും ആ 100 പേജ് നോട്ട്ബുക്കിൻ്റെ വാല്യൂ ഒക്കെ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, രണ്ടാം ചോദ്യം ഇതുപോലെ നമുക്ക് ചെയ്ത് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, 4 times a number and 3 times another number added together make 43. 2 times the second number subtracted from the 3 times of the first gives 11. What are the numbers? ഒരു സംഖ്യയുടെ 4 മടങ്ങും മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങും കൂട്ടിയപ്പോൾ 43 കിട്ടി. ആദ്യത്തെ സംഖ്യയുടെ 3 മടങ്ങിൽ നിന്ന് രണ്ടാമത്തെ സംഖ്യയുടെ 2 മടങ്ങ് കുറച്ചപ്പോൾ കിട്ടിയത് 11. സംഖ്യകൾ ഏതൊക്കെയാണ്? നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിൽ വളരെ നന്നായി വിശദീകരിച്ചതുകൊണ്ട് നമുക്ക് ഇവിടെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. ഇവിടെ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണത് നോക്കൂ. 2 നമ്പർ അല്ലേ, ഒന്നാമത്തെ നമ്പറും ആദ്യത്തെ നമ്പറും മറ്റൊരു നമ്പറും അല്ലേ, ഒരു സംഖ്യ പിന്നെയോ മറ്റൊരു സംഖ്യ. നേരത്തെ നമ്മൾ 200 പേജ് നോട്ട്ബുക്ക് 100 പേജിൻ്റെ നോട്ട്ബുക്ക് എന്ന് പറഞ്ഞ പോലെ ഇവിടെ 2 സംഖ്യകളാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? നോക്കൂ, ഫസ്റ്റ് നമ്പർ ഒന്നാമത്തെ സംഖ്യ, ഫസ്റ്റ് നമ്പർ ഒന്നാമത്തെ സംഖ്യ പിന്നെയോ സെക്കൻഡ് നമ്പർ രണ്ടാമത്തെ സംഖ്യ. ഓക്കെ,
പിന്നെ എന്താണ് പറയുന്നത്? ഇവിടെ പറയുന്നുണ്ട് ഒന്നാമത്തെ നമ്പറിൻ്റെ 4 ടൈംസിനോട് 4 മടങ്ങ്, 4 മടങ്ങ് പറഞ്ഞാൽ 4 ഇരട്ടി. ഉദാഹരണം നോക്കൂ, ഒരു സംഖ്യ 10 ആണെന്ന് വിചാരിക്കും. ഈ 10ൻ്റെ 4 ഇരട്ടി എന്ന് പറയുന്നത് അർത്ഥം 10 നമ്മൾ 4 പ്രാവശ്യം എടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 40 കിട്ടും. എന്നാൽ ഇതിങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. 10ൻ്റെ 4 ടൈംസ് എന്ന് വെച്ചാൽ 10 നമ്മൾ 4 കൊണ്ട് ഇൻറ്റു ചെയ്താലും മതി. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 40 തന്നെയാണ് കിട്ടുക. അപ്പോൾ ഒരു നമ്പറിൻ്റെ 4 ടൈംസ് 3 ടൈംസ് എന്നൊക്കെ പറഞ്ഞാൽ ആ നമ്പറിനോട് നമ്മൾ എന്ത് ചെയ്താൽ നമ്മൾ ആ 3 ടൈംസ് ആണ് 3 ഇൻറ്റു ചെയ്യുക, 4 ടൈംസ് ആണ് 4 ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ നമ്പർ രണ്ടാം നമ്പർ എഴുതി വെച്ചു. നമുക്ക് ഒന്നാം നമ്പർ നമ്മൾ എന്ത് ചെയ്യുക? എക്സ് ആക്കി എടുക്കാം. രണ്ടാം നമ്പർ നമുക്ക് വൈ ആക്കി എടുക്കാം. ഇനി ഒന്നാമത്തെ നമ്പറിൻ്റെ എത്ര ടൈംസ് എടുക്കുന്നത്? 4 ടൈംസ്. നമുക്കിവിടെ 4 എന്ന് എഴുതാം. പിന്നെ രണ്ടാമത്തെ നമ്പറിൻ്റെ 3 ടൈംസ്, മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങ്. അപ്പോൾ മറ്റൊരു സംഖ്യ നമ്മൾ വൈ ആയിട്ടാണ് എടുത്തത്, നമുക്കിവിടെ 3 എന്ന് എഴുതാം. ഇത് കൂടാതെ പിന്നെ ഒരു കാര്യം ഇവിടെ പറയുന്നത്, ഇനി എന്താ പറയുന്നത്? ഒന്നാമത്തെ നമ്പറിൻ്റെ 3 ടൈംസിൽ നിന്നും 3 ടൈംസിൽ നിന്നും 3 ഇരട്ടിയിൽ നിന്നും നോക്കൂ, ആദ്യത്തെ സംഖ്യയുടെ 3 ഇരട്ടി അഥവാ 3 മടങ്ങിൽ നിന്നും പിന്നെ രണ്ടാമത്തെ സംഖ്യയുടെ 2 മടങ്ങ് 2 ഇരട്ടി കുറയ്ക്കുന്നു. ഒന്നാമത്തെ നമ്പറിൻ്റെ 3 ടൈംസിൽ നിന്നും രണ്ടാമത്തെ നമ്പറിൻ്റെ 2 ടൈംസ് കുറയ്ക്കുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഒന്നാമത്തെ നമ്പറിൻ്റെ 3 ഇരട്ടിയിൽ നിന്ന്, അപ്പോൾ ഇവിടെ 3 എഴുതാം. രണ്ടാമത്തെ നമ്പറിൻ്റെ 2 ടൈംസ്, അപ്പോൾ 2. അപ്പോൾ ഒന്നാമത്തെ നമ്പർ നേരെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇരട്ടി എത്ര ടൈംസ് ആണ് അത് എഴുതുക. രണ്ടാമത്തെ നമ്പർ ഇരട്ടി നോക്കൂ, ഒന്നുകൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് നമ്പറിൻ്റെ എന്താ പറയുന്നത്? ഫസ്റ്റ് നമ്പറിനോട് 4 ടൈംസ് ചെയ്യുന്നു, അപ്പോൾ 4. പിന്നെയോ സെക്കൻഡ് നമ്പറിൻ്റെ 3 ടൈംസ് എടുക്കുന്നു, അപ്പോൾ സെക്കൻഡ് നമ്പർ 3 എഴുതി. പിന്നെ പറയുന്നു എന്ത്? സെക്കൻഡ് നമ്പറിൻ്റെ 2 ടൈംസ്, അപ്പോൾ സെക്കൻഡ് നമ്പർ 2 എഴുതി. ഫസ്റ്റ് നമ്പറിൻ്റെ 3 ടൈംസ്, അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ വീട് 3 എഴുതി. ഇനി ഇങ്ങനെയൊക്കെ ഒന്നാമത്തെ നമ്പറിൻ്റെ 4 ടൈംസിനോട് രണ്ടാമത്തെ നമ്പറിൻ്റെ 3 ടൈംസ് ആഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 43. അപ്പോൾ നമുക്ക് ടോട്ടൽ ഇവിടെ ചെയ്താൽ ടോട്ടൽ അത് 43 ആണ്. പിന്നെയോ ഇനി രണ്ടാമത്തെ എങ്ങനെ പറഞ്ഞത്? ഒന്നാമത്തെ സംഖ്യയുടെ 3 മടങ്ങിൽ നിന്നും 3 ടൈംസിൽ നിന്നും രണ്ടാമത്തെ നമ്പറിൻ്റെ 2 ടൈംസ് സബ്ട്രാക്ട് ചെയ്തപ്പോൾ കുറച്ചപ്പോൾ, ഇവിടെ കൂട്ടി എന്നാണ് പറഞ്ഞത്. ആദ്യത്തെ കുറച്ചപ്പോൾ എത്ര കിട്ടി? കുറച്ച് ചെറിയ ഉത്തരം അല്ലേ, 11 കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ ചോദ്യം വായിച്ച് നന്നായിട്ട് മനസ്സിലാക്കി എഴുതുക. ഇനി നമുക്ക് ഇക്വേഷൻ ചെയ്താലോ? ഇങ്ങനെ ഇക്വേഷൻ ചെയ്താൽ നമുക്കിങ്ങനെ പറയാം. ആദ്യം നമുക്ക് ഇവിടെ ഇങ്ങനെ പറയാം. ഒന്നാമത്തെ നമ്പർ എക്സ് ആക്കി എടുത്തു. അപ്പോൾ നമുക്ക് പറയാം ലെറ്റ് ദ ഫസ്റ്റ് നമ്പർ ഈസ് ഈക്വൽ ടു എക്സ്, ഓൾസോ ദ സെക്കൻഡ് നമ്പർ എത്രയാണത്? വൈ. മലയാളം കുട്ടികൾ ഫസ്റ്റ് നമ്പർ എക്സ് ആക്കി, ഒന്നാമത്തെ നമ്പർ സംഖ്യ എക്സ്, രണ്ടാമത്തെ സംഖ്യ വൈ. ഈസിയാണ്, നമ്പർ എല്ലാവർക്കും മനസ്സിലാവും. ഇത് നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ ആക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഒന്നാമത്തെ 4ഉം 3 ഒക്കെ നമ്മൾ എക്സിനോട് ചേർത്ത് എഴുതുക. അപ്പോൾ ഇങ്ങനെ വരും 4x പിന്നെ വൈയും 3യും ചേർത്ത് എഴുതുക 3y. ഇവ തമ്മിൽ എന്ത് ചെയ്യണം? നമ്മുടെ ചോദ്യത്തിൽ പറയുന്നുണ്ട് അത് ആഡ് ചെയ്യാനാണ്. നോക്കൂ, 4 മടങ്ങും മറ്റു സംഖ്യയിൽ 3 മടങ്ങും കൂട്ടിയപ്പോൾ, ആഡ് ചെയ്തപ്പോൾ. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നാമത്തെ ഈ കണ്ടീഷൻ നമ്മൾ കൂട്ടുകയാണ് വേണ്ടത്. പ്ലസ് എത്ര കിട്ടി? 43 കിട്ടി. അപ്പോൾ നമുക്ക് 43 എന്ന് എഴുതാം. ഇനിയോ ഒന്നാമത്തെ നമ്പറിൻ്റെ 3 ടൈംസിൽ നിന്നും രണ്ടാമത്തെ നമ്പർ 2 ടൈംസ് കുറച്ചപ്പോൾ, നമുക്ക് ഇവിടെ കുറയ്ക്കാന്നാണ് പറഞ്ഞത് കേട്ടോ, കുറച്ചപ്പോൾ. അപ്പോൾ നമ്മളിവിടെ ഇക്വേഷൻ ഉണ്ടാക്കുമ്പോൾ 3നോട് നേരെയുള്ള എക്സ് ഇൻറ്റു ചെയ്തിട്ട് 2നോട് നേരെയുള്ള വൈ ഇൻറ്റു ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ഇട്ടിട്ട് ഈസിക്കൽ 11 എഴുതണം. ക്വസ്റ്റ്യനിൽ പ്ലസ് പറഞ്ഞ ഭാഗത്ത് പ്ലസ് ഇടുക, ആഡ് ചെയ്ത ഭാഗത്ത് പ്ലസ് എഴുതുക, മൈനസ് ചെയ്ത ഭാഗത്ത് നമുക്ക് മൈനസ് ഇട്ട് എഴുതാം. ഇപ്പോൾ 2 ഇക്വേഷനിലും അതിന് ഇക്വേഷൻ 1 എന്നും ഇക്വേഷൻ 2 എന്നും കൊടുക്കാം. ഇങ്ങോട്ട് എടുത്ത് എഴുതാം. ഓക്കെ, നോക്കൂ, ഇവിടെ നമുക്ക് ഈ ഒന്നാമത്തെ ഇക്വേഷനിൽ രണ്ടാമത്തെ ഇക്വേഷനിൽ എക്സിൻ്റെ ഭാഗം നോക്കൂ, കോയിഫിഷ്യൻ്റ് ഗുണകം 4ഉം 3 ആണല്ലോ. നമുക്ക് സെയിം ആക്കാം. എന്ത് ചെയ്യണം? 3 എടുത്തോടെ ഇൻറ്റു ചെയ്യണം, 4 എടുത്ത് ഇവിടെയും ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 1നെ നമുക്ക് 3 കൊണ്ട് ഇൻറ്റു ചെയ്യാം. ഇക്വേഷൻ 1 ആണല്ലോ, അതിനെ നമുക്ക് ഈ 3 കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പോൾ നമുക്ക് കാണിക്കാം. ഇക്വേഷൻ 1 ഇൻറ്റു 3. അപ്പോൾ ഈ 3 കൊണ്ട് എന്ത് ചെയ്യണം? ഈ 3 എടുത്തിട്ട് ഇവിടെ മാത്രം ചെയ്താൽ പോലെ ഇവിടെ ഇൻറ്റു ചെയ്യണം, ഇവിടെ ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമുക്ക് ഇൻറ്റു ചെയ്യാം. വേഗം സ്റ്റെപ്പ് ഒഴിവാക്കി ചെയ്താൽ 3 × 4 12. അപ്പോൾ എക്സ് കൊണ്ട് അപ്പോൾ 12x. ഇനി പ്ലസ് ഇടാം, ഇവിടെ പ്ലസ് ഉണ്ടല്ലോ, പ്ലസ് ഇടാം. ഇനി 3 എടുത്ത് ഇവിടെ ഇൻറ്റു ചെയ്യണം. 3 × 3y 9y ഈസ് ഈക്വൽ ടു, ഇത് നമുക്ക് ഈ 3 എടുത്തിട്ട് ഈ 43 ഇൻറ്റു ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് 43 ഇൻറ്റു ചെയ്താൽ നമുക്ക് കിട്ടുക അവിടെ 129 ആണ് കിട്ടുക. 129. അത് നിങ്ങൾ സൈഡ് ചെയ്ത് വയ്ക്കാൻ മതി, ഇങ്ങനെ ചെയ്ത് വയ്ക്കാൻ മതി. 43 × 3 നമുക്ക് കിട്ടും 129. ഓക്കെ,
ഇത് ഇക്വേഷൻ നമുക്ക് എന്ത് വിളിക്കാം? ഇക്വേഷൻ നമ്പർ 3 എന്ന് വിളിക്കാം. ഇനി അതേപോലെ തന്നെ ഇക്വേഷൻ 2 എടുക്കുക. 2 എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ഈ 4 കൊണ്ട് ആരോ ഇട്ടില്ലേ, ഈ ആരോ ഇട്ട 4 കൊണ്ട് ഇൻഡ് ചെയ്യാം. അപ്പോൾ ഇൻഡ് ചെയ്യുമ്പോൾ ഈ 4 കൊണ്ട് ഇവിടെ ഇൻഡ് ചെയ്യണം, 4 കൊണ്ട് ഇവിടെ ഇൻഡ് ചെയ്യണം, 4 കൊണ്ട് ഇവിടെ ഇൻഡ് ചെയ്യണം. അപ്പോൾ 4 × 3x നമുക്കറിയാം അത് എന്തായി മാറും? ഇക്വേഷൻ 2 നമുക്ക് 4 ഇൻഡ് ചെയ്യുമ്പോൾ 4 × 3x 12x ആയി. അപ്പോൾ നമുക്ക് ഇവിടെ സെയിം ആയി കഴിഞ്ഞു. ഇനി ഇവിടെ മൈനസ് ആയതുകൊണ്ട് മൈനസ് ഇടാൻ മറക്കരുത്, പ്ലസ് ഇടരുത്, മൈനസ് ഇടണം. 4 × 2y 4 കൊണ്ട് മാത്രം ഈ എക്സ് എടുക്കില്ല, 4 നമ്പർ മാത്രം എടുത്തിട്ട് ഇൻഡ് ചെയ്യുക. 4 × 2y 8y. ഓക്കെ, ഈക്വൽ ടു ഈ 4 എടുത്ത് 11 ഇൻഡ് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് 44 കിട്ടും. നമുക്ക് ഇക്വേഷൻ എന്ത് ചെയ്യാം? 4 എന്ന് കൊടുക്കാം. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇക്വേഷൻ ഇതിലേതാ വലുത് നോക്കും, അതിന് വലുത് ചേർത്ത് കൊടുക്കും. നോക്കൂ, ഇവിടെ 9y ഉണ്ട്, ഇവിടെ 8y ഉണ്ട്. 9y ആണല്ലോ വലുത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 3 എന്ന് എന്ത് ചെയ്യാം? 4 വയ്ക്കാം. നേരത്തെ നമ്മൾ ഇക്വേഷൻ 4 3 കുറച്ചു. ഇവിടെ y ഭാഗം വലുതായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ 3ലാണ് y ഭാഗം വലുതായി കിടക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 9y എന്ന് ഇത് കുറയ്ക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ പറയുന്നു, ഇക്വേഷൻ ഇവിടെ ഇതാ ഇക്വേഷൻ 3 - 4 ആരോ എന്തിനാണ് നമ്മൾ കാണിക്കാൻ, ഇവിടെ ചെയ്യുന്നത് കാണിക്കാൻ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 3 എഴുതാം. 12x + 9y. എന്നിട്ട് നമ്മൾ ഈ ഭാഗത്തിന് ശേഷം നേരെ താഴെയുള്ള ഈ ഭാഗം സമാന ഭാഗങ്ങളാണ്, ഒരേ മാതിരിയുള്ള ഭാഗങ്ങളാണ് മൈനസ് ചെയ്യുന്നത്. മൈനസ് ഇട്ടിട്ട് ബ്രാക്കറ്റ് നിർബന്ധമാണ്. 12x - 8y. ഈ ഭാഗം എഴുതി ബ്രാക്കറ്റ് ഇട്ടിട്ട് ഇത് രണ്ടും ഈ മൈനസ് ചെയ്തുകൊണ്ട് രണ്ട് സെപ്പറേറ്റ് കാണിക്കാൻ വേണ്ടി നമ്മൾ വ്യക്തമായി കാണാം. ബ്രാക്കറ്റ് ഇട്ടു. ഈക്വൽ ടു ഈ റൈറ്റ് സൈഡ് മൈനസ് ചെയ്യാം. 129 - 44. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 12x + 9y അങ്ങനെ തന്നെ എഴുതാം. കാരണം ഇവിടെ പ്ലസ് ആണ്, അതുകൊണ്ട് ബ്രാക്കറ്റ് ഒഴിവാക്കിയ പ്രശ്നമില്ല. പക്ഷേ ഇവിടെ ഈ മൈനസ് ആയതുകൊണ്ട് ബ്രാക്കറ്റ് വെറുതെ ഒഴിവാക്കരുത്. ഈ മൈനസ് അകത്തുള്ള ഓരോന്നിനും കൊടുക്കാറ്. അതിൻ്റെ അർത്ഥം എന്താണ്? അകത്തുള്ള ഓരോന്നിനും സൈൻ മാറ്റാം. ഇവിടെ എന്താ സൈന്? ഇവിടെ സൈൻ പ്ലസ് ആണ്, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് ആക്കാം. ഈ മൈനസോട് കൊടുക്കും, ഈ പ്ലസിനോട് മൈനസ് കൊടുക്കുമ്പോൾ മൈനസ് ആവും. 12x ആയി. പിന്നെ ഈ മൈനസും കൊടുക്കുമ്പോൾ എന്താവും? പ്ലസ് ആവും. എന്ന് വെച്ചാൽ ബ്രാക്കറ്റ് അകത്ത് എന്താണോ സൈൻ അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്താൽ ഇവിടെ പ്ലസ് ആയതുകൊണ്ട് മൈനസ് എഴുതി, മൈനസ് ആകുമ്പോൾ പ്ലസ് എഴുതി. അപ്പോൾ ഈ നെഗറ്റീവ് കൊടുത്ത എഫക്റ്റ് കിട്ടും. 8y = 129 44 കുറച്ച് എത്രയാണ്? നമുക്കറിയാം അത് 85 ആണ്. ഓക്കെ, ഈ 12x ഈ 12x കുറച്ച് എന്താവും? 0 ആയി പോകും. പിന്നെ 9y 8y എത്രയായി ടോട്ടൽ? അത് 17y ആയി. രണ്ടും കൂടി ടോട്ടൽ ചെയ്താൽ 17y ആവും. 17y = 85 എന്ന് കിട്ടും. therefore y = 85/17. ഇനി നമുക്ക് ഈ 85നെ 17 ഇവിടെ നോക്കാം. 85/17. നോക്കൂ, 85 17 കറക്റ്റ് 5 ടൈംസ് ആണ്. 5 × 70 നമുക്ക് 85 തന്നെയാണ് കിട്ടുക. അപ്പോൾ നമുക്ക് 23 കിട്ടിക്കഴിഞ്ഞു. y = 5. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ നമ്പർ കിട്ടിയില്ലേ? സെക്കൻഡ് നമ്പർ കിട്ടിക്കഴിഞ്ഞു. അത് y എന്താണത്? 5 ആണ്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ y-ൻ്റെ വാല്യൂ ഇക്വേഷൻ 1-ലോ 2-ലോ ഏതെങ്കിലും ഇടാം. നമുക്ക് എന്ത് ചെയ്യുന്നു? 1-ൽ ഇടാം. അപ്പോൾ നമ്മൾ 1-ൽ ഇട്ടാൽ മതി, അതാണ് എളുപ്പം. കുറച്ച് ഉയർത്തി വെക്കാം. അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് പുട്ട് ചെയ്യണം y = 5 എന്നുള്ള വാല്യൂ ഇൻ ഇക്വേഷൻ ചുരുക്കി EQ എന്ന് എഴുതിയാൽ മതി. ഇക്വേഷൻ 1. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം 4x + 3 × y-ൻ്റെ സ്ഥാനത്ത് 5 ആണ് തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ ഈ y-ൻ്റെ സ്ഥാനത്ത് നമുക്ക് 5 ഇട്ട് കൊടുക്കാം. അപ്പോൾ 5 = പിന്നെ ആരുണ്ട് ഇവിടെ? 43 ഉണ്ട്. ഇവിടെ മാറ്റില്ല, ഇവിടെ മാത്രം y-ൻ്റെ സ്ഥാനത്ത് 5 കൊടുക്കാൻ തീരുമാനിച്ചു. ബാക്കിയൊക്കെ അങ്ങ് തന്നെ എഴുതണം. 43 സിംപ്ലിഫൈ ചെയ്താൽ 4x + ഇത് 15 ആവും. = 43. 15 കൂടെ മാറ്റാം. 4x = 43 - 15. 4x = നമുക്ക് 43 നമുക്ക് 15 മൈനസ് ചെയ്യണം. അപ്പോൾ ആൻസർ 28 കിട്ടി. ബാക്കി ഇവിടെ ചെയ്യാം. 4x = 28. x = 28/4. x = എന്ത് കിട്ടും? നമുക്ക് 7 കിട്ടും. ഇപ്പോൾ നമുക്ക് എക്സും കിട്ടി, എക്സ് വെച്ചാൽ ഫസ്റ്റ് നമ്പറും കിട്ടി, y കിട്ടി, സെക്കൻഡ് നമ്പറും കിട്ടി. ഇങ്ങനെ ഫിനിഷ് ചെയ്യാം. therefore ഫസ്റ്റ് നമ്പർ ഒന്നാമത്തെ സംഖ്യ അത് x ആണ്, അത് നമുക്ക് 7 കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് നമ്പർ അത് y ആണ്, നമുക്ക് അതും കിട്ടിയിട്ടുണ്ട്. അത് എത്രയാണ്? 5 ആണ്. ഇങ്ങനെ തൊട്ട് മുമ്പേ ചെയ്ത ചോദ്യം നമ്മൾ ഒന്നാമത് ചോദ്യം അതുകൊണ്ട് വളരെ നന്നായി വിശദീകരിച്ചിട്ടുണ്ട്. ആ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഇങ്ങനെ എഴുതി വെച്ചതിന് ശേഷം ഇങ്ങനെ എഴുതുന്ന നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഇക്വേഷൻ ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ഇക്വേഷൻ 1ഉം 2ഉം കിട്ടിക്കഴിഞ്ഞാൽ ആ എക്സിൻ്റെ കോഫിഷ്യൻ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സിൻ്റെ ഗുണകങ്ങൾ സംഖ്യകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തം ഓരോ ഇക്വേഷനെയും ഇതുപോലെ ഇതൊക്കെ നമ്മളിങ്ങനെ എഴുതി ശരിക്കും നല്ലത് ഇങ്ങനെ ഹിൻഡ് ചെയ്തിട്ട് നമുക്ക് ഇക്വേഷൻ 3ഉം 4 ഒക്കെ ഉണ്ടാക്കി വളരെ എളുപ്പത്തിൽ നന്നായി ചെയ്യാൻ
സാധിക്കും. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും നമുക്ക് കുറയ്ക്കുന്ന സമയത്ത് രണ്ടാമത്തെ ബ്രാക്കറ്റിന് മുമ്പിൽ മൈനസ് ആയതുകൊണ്ട് ഈ മൈനസ് അകത്തേക്ക് കൊടുക്കുമ്പോൾ അകത്തുള്ള ഓരോ നമ്പറിൻ്റെ ഈ സൈൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, മൈനസ് കൊണ്ട് ഇതിൻ്റെ എഫക്റ്റ് കിട്ടാൻ അതിൻ്റെ ഉള്ളിലത്തെ പ്ലസ് ഒക്കെ മൈനസ് ആക്കുക, മൈനസ് ഒക്കെ പ്ലസ് ആക്കുക. ഓക്കെ, ആ കാര്യം നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക. എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യുക. വൈൻ്റെ കാര്യം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഏതെങ്കിലും ഒരു ഇക്വേഷൻ 1 2 3 4 ഏതെങ്കിലും വിട്ടേ, ഞാനിവിടെ 1 പൊട്ടിയത് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്തിട്ട് രണ്ടാമത്തെ വാല്യൂ കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം നോക്കാം.